വട എല്ലാവർക്കും ഇഷ്ടമല്ലേ? വട കഴിക്കാത്തവരും അപൂർവമായിരിക്കും. നമുക്കപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടൊരു ചിക്കൻ വട ഉണ്ടാക്കിയാലോ? പൊതുവെ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്ക് ചിക്കൻ എന്ന് വെച്ചാൽ ഇഷ്ടമല്ലേ? അപ്പം നമുക്ക് പോയാലോ വീഡിയോയിലേക്ക്? ഇതിനകത്ത് വലിയ ഇൻഗ്രീഡിയൻസുകളൊന്നും ഇല്ലായേ. കുറച്ച് ചിക്കൻ ചോപ്പ് ചെയ്തെടുത്തതും കുറച്ച് മൈദാപ്പൊടിയും മസാലപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും കുറച്ച് കസ്തൂരി മേത്തിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് പച്ചമുളകും ഒരു മുട്ടയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വേണ്ട കേട്ടോ, ഒരു 10 മിനിറ്റൊക്കെ മതി. 10 മിനിറ്റൊക്കെ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് വടയുടെ ഷേപ്പിൽ ഇങ്ങനെ കൈ വെച്ച് തുള പോലെ ഇട്ടിട്ട് നമുക്കിങ്ങനെ ഒരു ഇതിനകത്ത് ഫുള്ളും നിരത്തി വെക്കാം. സാധാരണ നമ്മൾ വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഒരു കയ്യിലിങ്ങനെ എണ്ണ ഒഴിച്ച് ഓരോന്ന് ഇടുമ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളാറുണ്ട് സാധാരണ. ഇതാകുമ്പോൾ അങ്ങനെ ഒരു വിഷയം വരത്തില്ല കേട്ടോ. നമുക്ക് പാത്രത്തിൽ കുറച്ച് എണ്ണ തൂകിയിട്ട് നിങ്ങൾ ഓരോ വടകളും അതിനകത്തോട്ട് വെച്ചാൽ മതി. പക്ഷെ ഞാനിപ്പോൾ സാധാരണ ഞാൻ വലിയ പാത്രം എടുത്തിട്ട് കുറേ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി എണ്ണ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് കാരണം ഞാനിപ്പോൾ കണ്ടുപിടിച്ചതാണ് അപ്പച്ചട്ടി എടുത്തിട്ട് അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി എന്താകുമോ, എനിക്കിനി അപ്പം ചൂടാൻ പറ്റുവാന്നൊന്നും അറിയത്തൊന്നുമില്ല. അപ്പം നമ്മുടെ ചിക്കൻ വട റെഡിയായിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കിയാലോ? ചിക്കൻ എടുത്ത് കുറച്ച് സോസൊക്കെ നോക്കണ്ടേ. അപ്പൊ എന്റെ മോൻ വന്നിട്ടുണ്ട്. അവന് ക്യാമറയിലൊക്കെ നിൽക്കാൻ ഭയങ്കര നാണമാണ്. സാധാരണ പെൺകുട്ടികൾക്ക് നാണം, പക്ഷെ ഇവന് ഭയങ്കര നാണമാണ്. ഇത് കഴിച്ചു നോക്കിക്ക്. എങ്ങനെയുണ്ട് ഉമ്മ ഉണ്ടാക്കിയത്? നാണമാ കേട്ടോ.